ലണ്ടനിൽ സമ്പന്നരുടെ വിഹാരഭൂമിയായ ചെൽസിയിലെ 60 സ്ലോവാൻ അവന്യൂവിലുള്ള ഈ കെട്ടിട കോംപ്ലക്സിന്റെ ഉടമസ്ഥൻ മാർപ്പാപ്പയായിരുന്നു. അതായത് നമുക്കറിയും പോലെ വത്തിക്കാൻ. 2014 കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി വത്തിക്കാൻ സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റ് ലണ്ടനിലെ ഈ കെട്ടിടം വാങ്ങുന്നത്. അന്ന് അതിന് സഭ മുടക്കിയത് 4100 കോടി രൂപയാണ്. 8 വർഷം കഴിഞ്ഞ് 2022 ജൂലൈ 1 സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റ് ഓഫ് ദ ഹോളി സീ ലണ്ടനിലെ ഈ ലക്ഷറി പ്രോപ്പർട്ടി പ്രൈവറ്റ് എക്വിറ്റി ഫേമായ ബെയിൻ ക്യാപിറ്റലിന് വിൽക്കുന്നതായി പ്രഖ്യാപിച്ചു. വെറും 2175 കോടി രൂപയ്ക്ക്. ഈ ഒരൊറ്റ ഇടപാടിൽ കത്തോലിക്ക സഭയ്ക്കും വത്തിക്കാനും നഷ്ടം 1925 കോടി രൂപ. ഈ ഭൂമി ഇടപാട് വലിയ നിയമയുദ്ധങ്ങൾക്കും ക്രമക്കേട് ആരോപണങ്ങൾക്കും വഴിവെച്ചിരുന്നു. എന്നാൽ പറയാനുള്ളത് അതല്ല. ഇത്രയും നഷ്ടത്തിൽ വത്തിക്കാൻ എന്തിനാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് വിറ്റത്? അതിനും മാത്രം സഭയ്ക്ക് എന്താണ് പണത്തിന് ഇത്ര അത്യാവശ്യം? അന്നാണ് വത്തിക്കാന്റെ ട്രഷറി ലോകത്തിന് മുന്നിൽ ആദ്യമായി അനാവരണം ചെയ്യപ്പെട്ടത്. അതിൽ ബാക്കിയുള്ളത് എന്താണെന്ന് കണ്ട് ലോകം ഞെട്ടിയത്. നിത്യവൃത്തിക്ക് പണമില്ലാതെ വലയുകയാണ് വത്തിക്കാൻ. ശമ്പളവും പെൻഷനും ക്ഷേമ പദ്ധതികളും തുടർച്ചയായി മുടങ്ങുന്നു. അതൊരു നീണ്ട കഥയാണ്. ഒരു സർവകലാശാല ക്യാമ്പസിനേക്കാൾ ചെറിയ രാജ്യം. ആകെ ജനസംഖ്യ 800 പേർ മാത്രം. വിമാനത്താവളമില്ല, കൃഷിസ്ഥലങ്ങളില്ല, ഫാക്ടറികളില്ല, കയറ്റുമതി ചെയ്യാൻ നാച്ചുറൽ റിസോഴ്സസ് ഒന്നുമില്ല. എന്നിട്ടും വത്തിക്കാൻ എന്ന ഈ മൈക്രോ സ്റ്റേറ്റ് കഴിഞ്ഞ 1000-ലേറെ വർഷമായി ആഗോള രാഷ്ട്രീയം രൂപപ്പെടുത്തുന്ന ഏറ്റവും പ്രധാന അധികാര കേന്ദ്രമാണ്. റോമിനാൽ ചുറ്റപ്പെട്ട നിഗൂഢവും കോട്ട കെട്ടിയതുമായ ഒരു സിറ്റി സ്റ്റേറ്റ്. അത് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ ചലിപ്പിച്ചു. ലോകമെമ്പാടുമുള്ള 130 കോടി കത്തോലിക്കരെ സ്വാധീനിച്ചു. ലോകഗതിയുടെ രഹസ്യങ്ങളും ചരിത്രവും അധികാര താവഴികളും വത്തിക്കാന്റെ കൽമതിലുകൾക്കുള്ളിൽ എന്നേക്കും ഭദ്രമാണ്. ആ മതിലുകൾക്ക് പിന്നിൽ ലോകത്തെ മിക്ക രാജ്യങ്ങളെക്കാളും പഴക്കമുള്ള സ്ഥാപനങ്ങളുണ്ട്. ലോകം ഇന്നുവരെ കാണാത്ത രേഖകളുടെ നിലവറകൾ, ലോകത്തിന് ഊഹിക്കാൻ മാത്രം കഴിയുന്ന സമ്പത്തടങ്ങിയ ട്രഷറികൾ, അകത്ത് വിലമതിക്കാനാവാത്ത കലാമൂല്യം ഒളിപ്പിച്ച സിസ്റ്റീൻ ചാപ്പൽ, 35,000-ലധികം വാള്യങ്ങളുള്ള ആർക്കൈവുകൾ, ഇതെല്ലാം വത്തിക്കാന് സ്വന്തം. ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള പുരാവസ്തുവായ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ അധിപന്മാരാണ് വത്തിക്കാൻ. അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കണ്ടെത്തിയ 1.5 ലക്ഷം കോടി രൂപ മതിപ്പുള്ള നിധിയുടെ 20 ഇരട്ടി മൂല്യമുണ്ട് സെന്റ് പീറ്റേഴ്സ് ബസലിക്കയ്ക്ക്. ആ തുക മലയാളത്തിൽ പറയാൻ പോലും എനിക്കറിയില്ല. എന്നിട്ടുമെന്തേ വത്തിക്കാന് നിത്യവൃത്തിക്ക് പണമില്ലാതായി? വത്തിക്കാന് എത്രമാത്രം സമ്പത്തുണ്ടെന്ന് അളക്കുന്നതിന് മുൻപ് ആ രാജ്യം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നറിയണം. ഒരു ദേശീയ ബജറ്റ് പ്രഖ്യാപിച്ച് നികുതിയിലൂടെ ധനസമാഹരണം നടത്തുന്ന സാമ്പ്രദായിക രീതിയല്ല വത്തിക്കാന്റേത്. വത്തിക്കാനിൽ ഒരു തരത്തിലുള്ള നികുതിയുമില്ല. വത്തിക്കാൻ നിലനിൽക്കുന്നത് അസാധാരണമായ മറ്റൊന്നിലൂടെയാണ്. അതിന്റെ റവന്യൂ വരുന്നത് വിശ്വാസത്തിൽ നിന്നാണ്. ലോകമെമ്പാടുമുള്ള കത്തോലിക്കരിൽ നിന്നും വരുന്ന പീറ്റേഴ്സ് പെൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സംഭാവനകൾ, വിനോദസഞ്ചാരികളിൽ നിന്നും തീർത്ഥാടകരിൽ നിന്നുമുള്ള വരുമാനം, വത്തിക്കാനിലെ മ്യൂസിയങ്ങളിൽ നിന്നുള്ള ടിക്കറ്റ് വിൽപ്പന വരുമാനം, ലോകമെമ്പാടുമുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നുള്ള നിക്ഷേപത്തിന്റെ പലിശ വരുമാനം, ആഗോള റിയൽ എസ്റ്റേറ്റ് ഹോൾഡിംഗുകളിൽ നിന്നുള്ള വാടക വരുമാനം, വത്തിക്കാൻ ബാങ്ക് എന്ന് വിളിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ വർക്ക്സ് ഓഫ് റിലീജിയൻ അഥവാ IOR-ൽ നിന്നുള്ള വരുമാനം. ഇതെല്ലാമാണ് വത്തിക്കാന്റെ ദൈനംദിന ചിലവുകൾ നടത്തിക്കൊണ്ടുപോകുന്നത്. വത്തിക്കാന് എന്താണ് ഇത്ര ചെലവെന്ന് പരിശോധിക്കും മുമ്പ് ഈ വരവിന്റെ കണക്കുകൾ നോക്കാം. എല്ലാ വർഷവും ലോകമെമ്പാടുമുള്ള കത്തോലിക്കർ പീറ്റേഴ്സ് പെൻസ് എന്ന ആത്മീയവൃത്തങ്ങളിൽ പേരുള്ള സംഭാവനകൾ വത്തിക്കാന് നൽകാറുണ്ട്. ജീവകാരുണ്യവും മിഷണറി പ്രവർത്തനങ്ങളും പിന്തുണയ്ക്കുന്നതിനാണ് സഭാവിശ്വാസികൾ ഈ പണം നൽകുക. പതിറ്റാണ്ടുകളായി ഇതാണ് വത്തിക്കാൻ സമ്പദ് വ്യവസ്ഥയുടെ നെടുംതൂൺ. ഇപ്പോൾ ഈ പണത്തിന്റെ അളവ് ക്രമാനുഗതമായി കുറയുകയാണ്. 2001 120 മില്യൺ യൂറോയാണ് വത്തിക്കാന് സംഭാവനയായി ലഭിച്ചത്. ഏതാണ്ട് 1235 കോടി രൂപ. 2015 ആയപ്പോൾ അത് 926 കോടി രൂപയിലെത്തി. 2017 അത് 772 കോടിയായി വീണ്ടും കുറഞ്ഞു. കോവിഡ് സമയത്തെ കണക്കുകൾ വത്തിക്കാൻ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. കോവിഡ് പാൻഡമിക് കഴിഞ്ഞ് 2023 വത്തിക്കാന് സംഭാവനയായി ലഭിച്ചത് 597 കോടി രൂപ മാത്രമാണ്. 2024 അത് വീണ്ടും കുറഞ്ഞ് 535 കോടി രൂപയായി. എന്തുകൊണ്ടാണ് സംഭാവനകൾ കുറയുന്നത്? അഴിമതിയാണ് ഒന്നാമത്തെ കാരണം. 2000 ആണ്ട് പിറന്ന ശേഷം 25 വർഷത്തിനിടെ 18 പടുകൂറ്റൻ ക്രമക്കേടുകളാണ് ക്ലർജിയിൽ റിപ്പോർട്ട് ചെയ്തത്. 7000 കോടി രൂപ നിന്ന നിൽപ്പിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു. വിശ്വാസികൾ മടുത്തുപോയി. രണ്ടാമത്തെ കാരണം സുതാര്യതയില്ലായ്മ. സംഭാവനയുടെ കണക്കുകൾ യഥാസമയം പുറത്തുവിടാൻ വത്തിക്കാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല. മൂന്നാമതായി, കത്തോലിക്ക സഭയ്ക്ക് വടക്കേ അമേരിക്കയിലും സ്കാൻഡിനേവിയയിലുമെല്ലാം സംഭവിക്കുന്ന ആത്മീയ തിരിച്ചടികൾ സംഭാവനയിൽ കുറവുണ്ടാക്കി. 6000-ലേറെ കത്തോലിക്ക പള്ളികളാണ് ഈ സമ്പന്ന ഭൂവിഭാഗങ്ങളിൽ ഇക്കാലം പൂട്ടിപ്പോയത്. വത്തിക്കാന്റെ സമ്പദ് വ്യവസ്ഥയിൽ 2ാം സ്ഥാനം ടൂറിസത്തിനാണ്. വത്തിക്കാനിലെ മ്യൂസിയങ്ങൾ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തുന്ന സാംസ്കാരിക കേന്ദ്രങ്ങളാണ്. 2024 മാത്രം 68 ലക്ഷം സന്ദർശകർ വത്തിക്കാനിലെ മ്യൂസിയങ്ങളിലെത്തി ടിക്കറ്റ് എടുത്തു.
വത്തിക്കാനിലെത്തുന്ന ആകെ ടൂറിസ്റ്റുകളുടെയും തീർത്ഥാടകരുടെയും 19% വരും ഇത്. ടിക്കറ്റും സുവനീറും വിറ്റ് ഈ ഇനത്തിൽ 892 കോടി രൂപ വത്തിക്കാൻ നേടി. സിസ്റ്റീൻ ചാപ്പൽ കാണാനും മൈക്കൽ ആഞ്ചലോയുടെ കലാസൃഷ്ടികൾ അനുഭവിക്കാനുമുള്ള ലോകത്തിന്റെ ആ ഒഴുക്ക് ഓരോ വർഷവും കൂടുകയാണ് ചെയ്യുന്നത്. കോവിഡ് കാലത്ത് മാത്രമാണ് ഇത് പൂർണ്ണമായും നിലച്ചുപോയത്. 2025-ലും വത്തിക്കാനിലേക്ക് റെക്കോർഡ് സന്ദർശകരെത്തുന്നു. വത്തിക്കാന്റെ ടൂറിസം വരുമാന സ്രോതസ് ഭദ്രമാണെന്നാണ് ഇതിനർത്ഥം. ഇനി വാടക വരുമാനം നോക്കാം. വത്തിക്കാന്റെ അസറ്റ് മാനേജറായ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ പാട്രിമോണി ഓഫ് ദ അപ്പസ്തോലിക് സീ അഥവാ APSA ആണ് വത്തിക്കാന്റെ ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ഭൂസ്വത്തുക്കളും കെട്ടിടങ്ങളും കൈകാര്യം ചെയ്യുന്നത്. പുരാവസ്തു മൂല്യമുള്ള പള്ളികളും മ്യൂസിയങ്ങളും എസ്റ്റേറ്റുകളും തോട്ടങ്ങളും ഷോപ്പിംഗ് കോംപ്ലക്സുകളും മുതൽ വലിയ അപ്പാർട്ട്മെന്റ് പദ്ധതികൾ വരെ യൂറോപ്പ് മുതൽ വടക്കേ അമേരിക്ക വരെയുള്ള ഭൂഖണ്ഡങ്ങളിൽ കത്തോലിക്ക സഭയ്ക്കുണ്ട്. 2024-ൽ സഭ തന്നെ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വത്തിക്കാന് 5434 റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികളുണ്ട്. ഇവയിൽ 1200 എണ്ണം ഇറ്റലിക്ക് പുറത്താണ്. 321 കോടി 42 ലക്ഷം രൂപയാണ് 2024-ൽ വാടക ഇനത്തിൽ വത്തിക്കാന് ലഭിച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടിയിരുന്നത് 1350 കോടി രൂപയാണ്. സഭയുടെ കെട്ടിടങ്ങളിൽ മിക്കതും സൗജന്യ ഉപയോഗത്തിനോ നാമമാത്ര വാടകയ്ക്കോ ആണ് നൽകിയിട്ടുള്ളത്. ഇതാണ് വാടക വരുമാനം 4-1 കാരണം. 2025-ൽ വത്തിക്കാന്റെ പുതിയ അസറ്റ് റിപ്പോർട്ട് പറയുന്നത് പ്രോപ്പർട്ടി പോർട്ട്ഫോളിയോയുടെ 70% പൂർണ്ണ വരുമാനം ഉണ്ടാക്കുന്നില്ല എന്നാണ്. വത്തിക്കാന്റെ പ്രോപ്പർട്ടികളിൽ 20% മാത്രമാണ് ഫെയർ മാർക്കറ്റ് റേറ്റിൽ വാടകയ്ക്ക് നൽകിയിട്ടുള്ളത് എന്ന് റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. പ്രോപ്പർട്ടികളുടെ 70% സഭാ ഓഫീസുകൾക്കോ മിഷണറി പ്രവർത്തനങ്ങൾക്കോ ഉപയോഗിക്കുന്നതിനാൽ വരുമാനം നൽകുന്നില്ല. 11% പ്രോപ്പർട്ടികൾ നാമമാത്ര വാടകയ്ക്കാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി ഉടമകളുടെ അവസ്ഥ. റിയൽ എസ്റ്റേറ്റിലെ സ്ട്രക്ചറൽ വീക്ക്നസ് വത്തിക്കാന്റെ ഏറ്റവും വലിയ ബലഹീനതയാണ്. വത്തിക്കാൻ വലിയ സിംബോളിക് വെൽത്ത് കൈവശം വയ്ക്കുന്നുണ്ടെങ്കിലും അത് എല്ലായ്പ്പോഴും സാമ്പത്തിക ലാഭമാക്കി മാറ്റുന്നില്ല. മെയിൻ്റനൻസും ചെലവുകളും കണക്കിലെടുക്കുമ്പോൾ അവയിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോ ആശ്ചര്യകരമാം വിധം ചെറുതാണ്. 2024-ൽ ഏകദേശം 140 കോടി രൂപ കെട്ടിടങ്ങളുടെയും പുരാവസ്തുക്കളുടെയും മെയിൻ്റനൻസിനായി മാത്രം സഭ ചെലവഴിച്ചു. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെയും വത്തിക്കാൻ മ്യൂസിയങ്ങളുടെയും അപ്പസ്തോലിക കൊട്ടാരത്തിന്റെയും നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ചാപ്പലുകൾ, ഹാളുകൾ, ആർക്കൈവുകൾ, ഓഫീസുകൾ എന്നിവയുടെയും നിരന്തരമായ ചെലവേറിയ സംരക്ഷണം വത്തിക്കാന്റെ വാടക വരുമാനം തിന്നു തീർക്കുന്നു. ഇതിനു പുറമെയാണ് ലണ്ടനിലെ ചെൽസിയിൽ സംഭവിച്ചതുപോലുള്ള ആയിരക്കണക്കിന് കോടി രൂപ നഷ്ടം വരുന്ന ഷേഡി പ്രോപ്പർട്ടി ഡീലുകളും. വത്തിക്കാന്റെ കൈവശമുള്ള മാസ്റ്റർ പീസുകളായ ഫ്രെസ്കോകളുടെയും മൊസൈക്കുകളുടെയും പ്രതിമകളുടെയും പെയിന്റിങ്ങുകളുടെയും റെസ്റ്റോറേഷൻ വലിയ ചിലവുള്ളതാണ്. ലോകത്തിലെ 181 രാജ്യങ്ങളിൽ വത്തിക്കാന് എംബസികളുണ്ട്. 800 പൗരന്മാർ മാത്രമുള്ള ഒരു രാജ്യത്തിന് ഈ എംബസികൾ നടത്തിക്കൊണ്ടുപോകുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്നു. വിലമതിക്കാനാവാത്ത ആർട്ട് കളക്ഷൻ സംരക്ഷിക്കാൻ ക്ലൈമറ്റ് കൺട്രോൾ വോൾട്ടുകൾ, അത്യാധുനിക അലാറം സംവിധാനങ്ങൾ, ഫയർ സപ്രഷൻ സിസ്റ്റം, 24 മണിക്കൂറും സജ്ജരായ ആയിരക്കണക്കിന് സുരക്ഷാ ജീവനക്കാർ എന്നിവ വേണ്ടിവരും. 2024-ൽ APSA വാടക ഇനത്തിൽ 642 കോടി രൂപ ലാഭം റിപ്പോർട്ട് ചെയ്തു. ഇത് പൂർണ്ണമായ വാടക വരുമാനമല്ല. 400-ലേറെ പ്രോപ്പർട്ടികൾ വിറ്റ പണവും ചേർത്താണിത്. വാടക കുറയുമ്പോൾ ആസ്തി വിറ്റ് പിടിച്ചു നിൽക്കാനുള്ള ശ്രമം. വത്തിക്കാന്റെ ചെലവുകളെക്കുറിച്ച് പറയുമ്പോൾ ഇതെല്ലാം വിശദമായി പ്രതിപാദിക്കാം. വത്തിക്കാന്റെ വരുമാനത്തിൽ 4-മതായി വരും പലിശ വരുമാനവും നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭവീതവും. സ്വന്തം ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്യൂറിയ പലിശ വാങ്ങി സഭയ്ക്ക് നൽകുന്നു. യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളുടെ ബോണ്ടുകളിലും വത്തിക്കാന് നിക്ഷേപമുണ്ട്. വത്തിക്കാൻ ബാങ്കിനെക്കുറിച്ചും വിശദമായി അടുത്ത ഭാഗങ്ങളിൽ പറയാം. വത്തിക്കാൻ ഏതെല്ലാം സ്വകാര്യ കമ്പനികൾ നിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്നത് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാക്കിയിട്ടില്ല. എന്നാൽ ഓരോ ബാലൻസ് ഷീറ്റിലും ആയുധ കച്ചവടം അല്ലെങ്കിൽ കാസിനോ പോലുള്ള അധാർമിക വ്യവസായങ്ങളിൽ നിന്ന് സഭ ലാഭം നേടുന്നില്ലെന്ന് ആവർത്തിക്കാറുണ്ട്. വരവുകൾ കാണുമ്പോൾ വത്തിക്കാന്റെ ചിത്രം അതിമനോഹരമാണ്. സ്വർണം നിറച്ച വലിയ ചെസ്റ്റുകൾ, പണം ചുരത്തുന്ന റിയൽ എസ്റ്റേറ്റ്, സീക്രട്ട് ബാങ്ക് അക്കൗണ്ടുകൾ, അമൂല്യമായ കലാസൃഷ്ടികൾ. എന്നാൽ ഹോളി സീയുടെ മാർബിൾ തൂണുകൾക്കും വത്തിക്കാൻ ചത്തുരത്തിനും പിന്നിൽ അത്ര ആകർഷകമല്ലാത്ത ഒരു യാഥാർത്ഥ്യമുണ്ട്. നിരന്തരമായ ബജറ്റ് ഡെഫിസിറ്റ്, വർദ്ധിച്ചുവരുന്ന ബാധ്യതകൾ, തീർന്നുപോയ ആത്മീയ വിഭവങ്ങൾ എന്നിവയുടെ യാഥാർത്ഥ്യം. വത്തിക്കാന്റെ ബജറ്റ് മുതൽ തുടങ്ങണം. 2022-ൽ പ്രസിദ്ധീകരിച്ച ഹോളി സീയുടെ കൺസോളിഡേറ്റഡ് ബജറ്റിൽ 7928 കോടി രൂപയുടെ വരുമാനമാണ് പ്രവചിച്ചിരുന്നത്. പ്രവചിച്ച വരുമാനം വന്നു എന്നത് നേരാണ്. എന്നാൽ ചെലവ് 8782 കോടി രൂപയായി കുതിച്ചു കയറി. 854 കോടി രൂപയുടെ കമ്മി. ഇതാദ്യമല്ല. വത്തിക്കാൻ എന്ന സോവറിൻ സിറ്റി സ്റ്റേറ്റ് ഉണ്ടായ കാലം മുതൽ ചെലവ് വരവിനേക്കാൾ കൂടുതലാണ്. ഇതൊരു ക്രോണിക് കണ്ടീഷനാണ്. ഹോളി സീയും അതിന്റെ കേന്ദ്ര ഭരണസമിതിയും കഴിഞ്ഞ 15-ലേറെ വർഷമായി പ്രതിവർഷം 500 കോടി രൂപ മുതൽ 650 കോടി രൂപ വരെ കമ്മി ബജറ്റിലാണ് മുന്നോട്ട് പോകുന്നത്. ഓരോ ആഴ്ചയും 10,000 രൂപ സമ്പാദിക്കുകയും 10,600 രൂപ ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ ക്ലിഫിലേക്ക് നടന്നെത്തും. അതുപോലെ
ഓർക്കണം, ഇത് ഹോളിസിയുടെ ബജറ്റ് മാത്രമാണ്. മറ്റനുബന്ധ സ്ഥാപനങ്ങൾ, പെൻഷൻ ഫണ്ടുകൾ, കുറഞ്ഞ വരുമാനമുള്ള റിയൽ എസ്റ്റേറ്റ് ഹോൾഡിംഗുകൾ, ഹിഡൻ ലയബിലിറ്റീസ് എന്നിവയുമുണ്ട്. അവ കൂടി കൂട്ടുമ്പോൾ സാമ്പത്തിക സ്ഥിതി കൂടുതൽ വഷളാകും. വർഷത്തിൽ 8,000 കോടി രൂപ വരെ ചെലവാകാൻ എന്താണ് കത്തോലിക്ക സഭ ചെയ്യുന്നത്? പെൻഷനും ശമ്പളവും, അതാണ് പ്രധാന ചെലവ്. വത്തിക്കാൻ ഒരു പരമാധികാര രാഷ്ട്രമെന്ന നിലയിലും ആഗോള മത നയതന്ത്ര സ്ഥാപനമെന്ന പദവിയിലും ഇരട്ട റോളുകളിലാണ് പ്രവർത്തിക്കുന്നത്. വലിയ മാനവ വിഭവശേഷി ബാധ്യതകൾ വരുന്ന ഓപ്പറേഷനാണിത്. മാർപ്പാപ്പയുടെ സുരക്ഷയ്ക്കുള്ള സ്വിസ് ഗാർഡ് മുതൽ മ്യൂസിയം ജീവനക്കാർ, പുരോഹിതന്മാർ, കന്യാസ്ത്രീകൾ, വത്തിക്കാൻ ക്യൂരിയയിലെ ജീവനക്കാർ വരെയുള്ളവർക്കും വൈറ്റ് കോളർ അഡ്മിനിസ്ട്രേറ്റർമാർക്കും പ്രോപ്പർട്ടി മാനേജർമാർക്കും ശമ്പളം നൽകണം. തൊഴിലാനുകൂല്യങ്ങൾ വിതരണം ചെയ്യണം. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 5300 ജീവനക്കാരുണ്ട് വത്തിക്കാന്. ആകെ ജനസംഖ്യയുടെ 7 ഇരട്ടി. ഹോളിസിയുടെ 180-ലധികം എംബസികളിൽ കരാർ ജീവനക്കാരെ വെക്കണം. 800 പേരുള്ള ആ രാജ്യത്ത് അതിനുള്ള ജീവനക്കാരെ ലഭിക്കില്ല. വിദേശ ജീവനക്കാരായ ഇവർക്കെല്ലാം ശമ്പളവും ആനുകൂല്യങ്ങളും സുരക്ഷയും ദൈനംദിന ചിലവുകൾക്കുള്ള പണവും നൽകണം. 105 കോടി രൂപയാണ് ശമ്പളം കൊടുക്കാൻ മാത്രമായി വത്തിക്കാന് ഒരു മാസം ആവശ്യമുള്ളത്. വർഷം 1270 കോടി രൂപ. ആകെ ബജറ്റിന്റെ 22%. മിഷൻ ബേസ്ഡ് സ്റ്റാഫിംഗ് ആണ് വത്തിക്കാന്റേത്. സഭയുടെ മിഷനറിയെ ബാധിക്കുമെന്നതിനാൽ എളുപ്പത്തിൽ വെട്ടിക്കുറയ്ക്കാൻ കഴിയാത്ത സ്റ്റാഫ് റോളുകളാണ് പലതും. ശമ്പളം കൊടുക്കാനുള്ള സമ്മർദ്ദം സ്ഥിരമായി നിലനിൽക്കുന്നു. ഇതിനു പുറമെയാണ് വിരമിക്കൽ ബാധ്യത. വത്തിക്കാന്റെ ജീവനക്കാരെല്ലാം മികച്ച പെൻഷൻ പദ്ധതികളിൽ എൻറോൾ ചെയ്തവരാണ്. ഈ പങ്കാളിത്ത പെൻഷനിലേക്ക് അവർ കൃത്യമായി മാസം തോറും പ്രീമിയം അടയ്ക്കുന്നു. ചെലവിന് പണമില്ലാതെ വരുമ്പോൾ വത്തിക്കാൻ ഈ പെൻഷൻ ഫണ്ട് വകമാറ്റി ചിലവഴിക്കും. തങ്ങളുടെ പെൻഷൻ ഫണ്ടിന് ഗുരുതരമായ ധനക്കുറവുണ്ടെന്ന് വത്തിക്കാൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. 2022 വിരമിക്കലിന് ശേഷമുള്ള ആനുകൂല്യങ്ങൾക്കുള്ള പെൻഷൻ ബാധ്യത ഏതാണ്ട് 5,990 കോടി രൂപ വരും. പെൻഷൻ ഫണ്ട് വകമാറ്റി പുട്ടടിക്കുന്നതിൽ അമേരിക്കയും കേരളവും വത്തിക്കാനുമെല്ലാം ഒരേ മുഖം ചുമക്കുന്നവരാണ്. വത്തിക്കാന്റെ പെൻഷൻകാർക്ക് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. 90 വയസ്സാണ് ഈ പെൻഷൻകാരുടെ ശരാശരി ആയുസ്. ഇതുമൂലം കൂടുതൽ പേ ഔട്ടുകൾ വേണ്ടിവരുന്നു. ആയുർദൈർഘ്യം കുറവായിരുന്ന 30 വർഷങ്ങൾക്ക് മുൻപാണ് പെൻഷൻ ബാധ്യതകൾ കണക്കാക്കിയത്. അന്ന് മനുഷ്യരുടെ ശരാശരി ആയുസ് കുറവായിരുന്നു. ഇതുമൂലം പ്രതീക്ഷിച്ചതിലും കൂടുതൽ വർഷം വത്തിക്കാൻ പെൻഷൻ പേ ഔട്ട് നൽകേണ്ടതുണ്ട്. ഇത് അൺഫണ്ടഡ് ബാധ്യതകളിലേക്ക് നയിക്കുന്നു. വാഗ്ദാനം ചെയ്തെങ്കിലും കരുതി വെക്കാത്ത പണം. വത്തിക്കാനിൽ പോപ്പിന് മാത്രമാണ് പെൻഷൻ ഇല്ലാത്തത്. ഘടനാപരമായ പരിഷ്കാരങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ പെൻഷൻ കമ്മി 9,000 കോടി രൂപ കവിയാനും ഇത് വളർന്നുകൊണ്ടിരിക്കാനും സാധ്യതയുണ്ടെന്ന് അനലിസ്റ്റുകൾ ഇപ്പോൾ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് ഇത്ര വലിയ പ്രശ്നമാകുന്നത്? കാരണം ഇത് ഒറ്റത്തവണത്തെ ചെലവല്ല. ഇത് വർഷം തോറും വരുമാനം ചോർത്തിക്കളയുന്ന, വത്തിക്കാന്റെ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ബാധ്യതയാണ്. ഒരു ഡിവിഷൻ അടച്ചുപൂട്ടാനോ ശമ്പളം കൊടുക്കുന്നത് നിർത്താനോ കഴിയുന്ന ഒരു ബിസിനസ് പോലെയല്ല വത്തിക്കാൻ. വത്തിക്കാനെ ഏറ്റവും ചിന്താകുഴപ്പത്തിലാക്കുന്ന പ്രതിസന്ധിയാണിത്. പെൻഷൻ നൽകാനുള്ള പണം കരുതി വെച്ചിട്ടില്ല. വത്തിക്കാന്റെ ചെലവുകളിൽ രണ്ടാമത്തേതാണ് മെയിൻ്റനൻസ്. നൂറുകണക്കിനല്ല, ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള വിലമതിക്കാനാകാത്ത 1,00,000-ലധികം കലാസൃഷ്ടികൾ വത്തിക്കാന്റെ പക്കലുണ്ട്. ഇതിനെല്ലാം വേണ്ടിവരുന്ന പരിപാലന ചെലവ് ഒരു പടുകൂറ്റൻ കോർപ്പറേറ്റിന് പോലും താങ്ങാനാവാത്തതാണ്. ഇതിൽ ചിലതെങ്കിലും വിറ്റ് ബാധ്യത തീർക്കുന്നതും ചിന്തിക്കാനാവില്ല. വാടകയ്ക്ക് നൽകുന്ന കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്നത് വാടക വരുമാനത്തിൽ നിന്നാണെങ്കിൽ അത് സാമ്പത്തിക ബാധ്യതയുണ്ടാക്കില്ല. വത്തിക്കാൻ അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. അത് സ്വന്തമാക്കുന്നതിൽ കൂടുതലും ഷോപ്പിംഗ് കോംപ്ലക്സുകളോ തിയേറ്ററുകളോ ഓഡിറ്റോറിയങ്ങളോ അല്ല, കത്തീഡ്രലുകളും മിഷനറി പ്രവർത്തനം നടത്തുന്ന ദരിദ്ര ആഫ്രിക്കൻ രാജ്യങ്ങളിലെ സ്കൂളുകളുമെല്ലാമാണ്. യഥാർത്ഥ വരുമാനമുണ്ടാക്കുന്നത് 20% കെട്ടിടങ്ങളും എസ്റ്റേറ്റുകളും മാത്രം. കുർബാനയ്ക്കുള്ള വീഞ്ഞുണ്ടാക്കാൻ 500 ഏക്കർ മുന്തിരിത്തോട്ടം വാങ്ങിയാൽ അത് ദീർഘകാലത്തേക്ക് വരുമാനമുണ്ടാക്കില്ല. ആ വീഞ്ഞ് യഥാർത്ഥ വിലയിലും കുറച്ചാണ് പള്ളികളിൽ വിൽക്കപ്പെടുന്നത്. മുന്തിരിത്തോട്ടങ്ങളുടെ പരിപാലനവും ശമ്പള ചെലവുകളും താങ്ങാനാവാത്തതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വർഷത്തിൽ 400 മുതൽ 650 കോടി രൂപ വരെയാണ് വത്തിക്കാന്റെ പരമാവധി വാടക വരുമാനം. അതിൽ 73% മെയിൻ്റനൻസിനും കലാസൃഷ്ടികൾ റീസ്റ്റോർ ചെയ്യാനും ചെലവാകും. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലെ അമൂല്യമായ കലാസൃഷ്ടികൾ പരിപാലിക്കാൻ ഫ്രാൻസിലെ എഞ്ചിനീയറിംഗ് കമ്പനിക്ക് മാത്രം പ്രതിവർഷം നൽകേണ്ടത് 30 കോടി രൂപയിലേറെയാണ്. ഇതിൽ തന്നെ ആശങ്കയുണ്ടാക്കുന്ന മറ്റൊന്നുണ്ട്. ചെലവ് നടത്താൻ പണം ചുരത്തുന്ന വാടക കെട്ടിടങ്ങൾ ഓരോന്നായി വത്തിക്കാൻ വിറ്റുകളയുകയാണ്. ലണ്ടനിലെ ചെൽസി ഡീൽ അത്തരത്തിലൊന്നായിരുന്നു. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ പാട്രിമോണി ഓഫ് ദ അപ്പോസ്തോലിക് സീ 2024 പുറത്തിറക്കിയ ഓഡിറ്റ് റിപ്പോർട്ടിൽ വത്തിക്കാന്റെ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടികളുടെ മൂല്യം 26,030 കോടി രൂപയിൽ നിന്നും 24,700 കോടി രൂപയാക്കി കുറച്ചിരുന്നു. ഒരു വർഷം വിറ്റത് 1,330 കോടി രൂപയുടെ വസ്തുവകകൾ. വിൽക്കുന്നതിനനുസരിച്ച് വാങ്ങുന്നില്ല. 2024 വത്തിക്കാന്റെ പർച്ചേസ് രജിസ്റ്റർ 0. വിനോദസഞ്ചാരികൾക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതും അതിനു വേണ്ടിവരുന്ന നിക്ഷേപവും മറ്റൊരു അധിക ചെലവാണ്. ടൂറിസമാണ് വത്തിക്കാന്റെ ലാഭകരമായ ഏക വ്യവസായമെങ്കിലും സുരക്ഷയ്ക്കായി മാത്രം സ്വകാര്യ ഏജൻസികൾക്ക് കോടികൾ നൽകണം. ഇനി കൂനിന്മേൽ കുരുപോലെ വത്തിക്കാനെ പ്രതിസന്ധിയിലാക്കുന്ന അതിന്റെ സ്വന്തം ബാങ്കിനെ കുറിച്ച് പറയണം. ബൈബിളിലെ മുടിയനായ പുത്രനോടാണ് സാമ്പത്തിക അനലിസ്റ്റുകൾ വത്തിക്കാൻ ബാങ്ക് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ വർക്ക്സ് ഓഫ് റിലീജിയനെ വിശേഷിപ്പിക്കുന്നത്. ആത്മീയ കാര്യങ്ങൾക്കായുള്ള ധനകാര്യ സ്ഥാപനമെന്നാണ് ബാങ്കിന്റെ നിർവചനം. 1942 സ്ഥാപിച്ച വത്തിക്കാൻ ബാങ്ക്
പരമ്പരാഗത വാണിജ്യ ബാങ്കിന്റെ രൂപത്തിലല്ല പ്രവർത്തിച്ചിരുന്നത്. എന്നിട്ടും ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കിംഗ് പ്രൊഫഷണലുകളാണ് വത്തിക്കാൻ ബാങ്കിന് നേതൃത്വം നൽകിയത്. ആദ്യകാലം ഇത് വത്തിക്കാന്റെ ആഗോള പ്രവർത്തനങ്ങളുടെ ഫിനാൻഷ്യൽ എഞ്ചിനായി മാറി. ഇന്നത്തെ കണക്കനുസരിച്ച് വത്തിക്കാൻ ബാങ്ക് കൈകാര്യം ചെയ്യുന്ന മൊത്തം ആസ്തി 58,710 കോടി രൂപയോളമുണ്ട്. ഹോളിസിയുടെ സ്വത്തുവകകളും നിക്ഷേപങ്ങളും എൻഡോമെന്റുകളും പ്രോപ്പർട്ടി ഹോൾഡിംഗുകളും രൂപതകളിൽ നിന്നും ആഗോള സഭാ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള ഫണ്ടുകളും വത്തിക്കാൻ ബാങ്ക് വഴിയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. പുറമെ നോക്കുമ്പോൾ ബാങ്കിന്റെ ബാലൻസ് ഷീറ്റ് ആകർഷകമാണ്. ബാങ്ക് ലാഭകരമാണ്. മികച്ച രീതിയിൽ മൂലധനം സമാഹരിച്ചിരിക്കുന്നു. യാഥാർത്ഥ്യങ്ങൾ ഇതല്ല. കാലക്രമേണ IOR കൂടുതൽ ദുരൂഹവും അഴിമതി നിറഞ്ഞതുമായി. വത്തിക്കാൻ വോൾട്ട് ആഗോള സാമ്പത്തിക ഫ്രോഡുകൾക്കായി തുറന്നുകിട്ടി. കാർട്ടലുകളുടെ രഹസ്യ അക്കൗണ്ടുകൾ, സ്വർണ്ണ ഇടപാടുകൾ, ഷാഡോ ട്രാൻസ്ഫറുകൾ, മാഫിയയുമായി ബന്ധമുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയെല്ലാം വത്തിക്കാൻ ബാങ്കിൽ ആരോപിക്കപ്പെട്ടു. 1970കളിലും 1980കളിലും വത്തിക്കാൻ ബാങ്കിന്റെ സാമ്പത്തിക സാമ്രാജ്യത്തിനുള്ളിൽ അക്രമാസക്തമായ പ്രകമ്പനങ്ങളുടെ ദശകങ്ങളായിരുന്നു. അതിലേറ്റവും വലുതാണ് 1982 അക്കാലത്തെ ഇറ്റലിയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കായ ബാങ്കോ അംബ്രോസിയാനോയുടെ തകർച്ച. വത്തിക്കാനുമായി അവിശുദ്ധ ബന്ധമുള്ള ചെയർമാൻ റോബർട്ടോ കാൽവി നേതൃത്വം നൽകിയ സമയത്താണ് ബാങ്കോ അംബ്രോസിയാനോ ഒറ്റ രാത്രി കൊണ്ടില്ലാതായി പോയത്. പോപ്പുമായുള്ള ബന്ധം മൂലം ദൈവത്തിന്റെ ബാങ്കർ എന്നാണ് ബാങ്കോ അംബ്രോസിയാനോ ചെയർമാൻ റോബർട്ടോ കാൽവിയെ ഇറ്റലിക്കാർ വിളിച്ചിരുന്നത്. ബാങ്ക് തകർന്ന് 4-ാം ദിവസം റോബർട്ടോ കാൽവിയെ ലണ്ടനിലെ ബ്ലാക്ക് ഫ്രയേഴ്സ് ഫ്രിഡ്ജിന് താഴെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹത്തിന്റെ പോക്കറ്റുകളിൽ കല്ലുകളും ഇഷ്ടികകളും നിറച്ചിരുന്നു. ആദ്യം ആത്മഹത്യയായി വിധിയെഴുതിയ മരണം പിന്നീട് കൊലപാതകമായി. ഇറ്റാലിയൻ മാഫിയയാണ് കൃത്യം നടത്തിയത്. അതാണ് യൂറോപ്യൻ ബാങ്കിങ്ങിന്റെ യാഥാർത്ഥ്യം. അംബ്രോസിയാന ബാങ്കിന്റെ തകർച്ചയിൽ വത്തിക്കാൻ ബാങ്കിന് പലതും മറയ്ക്കാനുണ്ടായിരുന്നു. 12,000 കോടി രൂപയുടെ അവിഹിത ഇടപാടുകളാണ് റോബർട്ടോ കാൽവിയും വത്തിക്കാൻ ബാങ്കുമായി നടന്നത്. ഷെൽ കമ്പനികളുടെ ഓഫ് ഷോർ അക്കൗണ്ടുകളുടെ വ്യാജ ഗ്യാരണ്ടികൾ ഉപയോഗിച്ച് 12,000 കോടി രൂപ അംബ്രോസിയാനോ ബാങ്കിൽ നിന്നും തട്ടിപ്പുകാർ ലോൺ എടുത്തിരുന്നു. ഇതിന് ഇവർ ഉപയോഗിച്ചത് വത്തിക്കാൻ ബാങ്ക് പുറത്തിറക്കിയ ലെറ്റേഴ്സ് ഓഫ് പാട്രണേജും. ഈ ഗ്യാരണ്ടി പത്രങ്ങൾ പിന്നീട് അന്വേഷണ സംഘം കണ്ടെത്തി. നീരവ് മോഡി ഇന്ത്യയിൽ നടത്തിയ പോലുള്ള തട്ടിപ്പ്. ആധുനിക ചരിത്രത്തിൽ ആദ്യമായി ഹോളിസി ഒരു ആഗോള ധനകാര്യ കുംഭകോണത്തിലേക്ക് പരസ്യമായി വലിച്ചിഴക്കപ്പെട്ടു. അംബ്രോസിയാനോയുമായി വത്തിക്കാൻ ബാങ്കിന് ഓപ്പറേഷണൽ പങ്കാളിത്തമില്ലെന്ന് വാദിച്ച് സഭ ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചു. അനന്തരഫലങ്ങൾ വിനാശകരമായിരുന്നു. വത്തിക്കാൻ ബാങ്ക് തങ്ങൾ വാങ്ങാത്ത കടമായ 8,000 കോടി രൂപയോളം കടക്കാർക്ക് തിരിച്ചു നൽകി. ജോൺ പോൾ II മാർപ്പാപ്പയുടെ നിർബന്ധ ബുദ്ധിയായിരുന്നു അത്. അദ്ദേഹം ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റുപറഞ്ഞു. അംബ്രോസിയാനോ ദുരന്തത്തോടെ നിഴലുകൾ മാഞ്ഞുപോയില്ല, അവ കൂടുതൽ ആഴത്തിലായി. 30 വർഷങ്ങൾക്ക് ശേഷം 2010 ഇറ്റാലിയൻ പരമോന്നത കോടതി വത്തിക്കാൻ ബാങ്കിനെ ഫിനാൻഷ്യൽ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി. ഇത്തവണ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമങ്ങൾ ലംഘിച്ചു എന്നാരോപിച്ച് വത്തിക്കാൻ ബാങ്കിന്റെ 235 കോടി രൂപ അവർ മരവിപ്പിച്ചു. പണത്തിന്റെ ഉറവിടമോ ലക്ഷ്യസ്ഥാനമോ കൃത്യമായി തിരിച്ചറിയാതെ ഫണ്ട് കൈമാറ്റം ചെയ്യാൻ ബാങ്ക് ശ്രമിച്ചുവെന്ന് പ്രോസിക്യൂട്ടർമാർ വാദിച്ചു. ഇത് അന്താരാഷ്ട്ര ധനകാര്യത്തിൽ, പ്രത്യേകിച്ച് ഭീകരവാദ നിരോധന നിയമങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു വലിയ റെഡ് ഫ്ലാഗ് ആയിരുന്നു. പത്രങ്ങൾ വത്തിക്കാൻ ബാങ്കിനെ റോമിന്റെ ഹൃദയത്തിലുള്ള ഒരു ഓഫ് ഷോർ ബാങ്ക് എന്ന് വിശേഷിപ്പിച്ചു. മാഫിയ കുടുംബങ്ങൾ സഭയിലൂടെ പണം വെളുപ്പിക്കുന്നു, രാഷ്ട്രീയ ഫണ്ടുകൾ മതപരമായ അക്കൗണ്ടുകൾക്ക് പിന്നിൽ ഒളിക്കുന്നു, വത്തിക്കാൻ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ കള്ളപ്പണ നിലവറയാണ് എന്നിങ്ങനെയുള്ള കിംവദന്തികൾ അതിവേഗം പടർന്നു. ഈ അവകാശവാദങ്ങൾ സത്യമായാലും പെരുപ്പിച്ചു പറഞ്ഞതായാലും പിന്നീട് നടന്നതൊന്നും വത്തിക്കാന്റെ നിയന്ത്രണത്തിലല്ലാതായി. വത്തിക്കാൻ ബാങ്കിലൂടെ കത്തോലിക്ക സഭയ്ക്ക് നഷ്ടപ്പെട്ട 100 കോടി രൂപയുടെ നഷ്ടത്തിൽ നിന്ന് ഇതുവരെ ക്ലർജിക്ക് പുറത്തുവരാൻ സാധിച്ചിട്ടില്ല. വത്തിക്കാൻ പാപ്പര എന്ന ഒരു വാർത്ത നമ്മൾ ഒരിക്കലും കേൾക്കില്ല. എന്നാൽ അതിന്റെ സാമ്പത്തിക തകർച്ച അടുത്ത 25 വർഷത്തേക്ക് യാഥാർത്ഥ്യമായി മുന്നിലുണ്ടാകും. സാങ്കേതികമായി സാമ്പത്തിക തകർച്ചയുണ്ടായാൽ ഒരു സ്ഥാപനത്തിന് അതിന്റെ കടങ്ങൾ അടയ്ക്കാൻ കഴിയാതെ വരും. 250 കോടി രൂപയിൽ താഴെ മാത്രമാണ് വത്തിക്കാന്റെ ആഗോള കടം. ലോകത്തിലെ ഏറ്റവും ചെറിയ കടബാധ്യതയുള്ള രാജ്യം. വത്തിക്കാൻ കടം വാങ്ങി ചെലവ് നടത്താൻ ശീലിച്ചിട്ടില്ല. എന്നാൽ ആസ്തികൾ വിറ്റുപെറുക്കി ദൈനംദിന കാര്യങ്ങൾ നടത്തുകയെന്ന ദുശീലം അതിനുണ്ട്. അധികം വൈകാതെ നിക്ഷേപകർക്ക് വാങ്ങാൻ താൽപ്പര്യമുള്ള വത്തിക്കാന്റെ ആസ്തികൾ അവസാനിക്കും. അതിന് വെറും 3 വർഷത്തിൽ താഴെ മതിയാകും. അതിനുശേഷമോ ബാക്കിയുള്ള ആസ്തികൾ ലിക്വിഡേറ്റ് ചെയ്യുകയോ പുനഃക്രമീകരിക്കുകയോ ചെയ്യേണ്ടി വരും. വത്തിക്കാന് അതിന്റെ ഏറ്റവും വലിയ ആസ്തി വിശ്വാസ സമൂഹമാണ്. അത് പണമാക്കി മാറ്റുന്നത് എളുപ്പവുമല്ല. 1983 കാനോൻ നിയമ ഭേദഗതി പ്രകാരം ബിഷപ്പുമാരെയും കർദിനാൾമാരെയും നിയോഗിച്ച് പള്ളിക്കുള്ള സംഭാവന ശേഖരിക്കുന്നത് തീവ്രമാക്കാനാണ് വത്തിക്കാൻ നീക്കം നടത്തുന്നത്. ആംഗ്ലോ സാക്സൺ കാലത്ത് പേപ്പൽ ട്രഷറിയിലേക്ക് ശേഖരിച്ചിരുന്ന മെഡീവൽ ടാക്സിന്റെ മാതൃകയിലുള്ള നിർബന്ധിത പിരിവിനെതിരെ ലാറ്റിൻ അമേരിക്കയിലെ കർദിനാൾമാർ രംഗത്ത് വന്നത് വത്തിക്കാൻ അശാന്തമാക്കുന്നു. അൺപ്രഡിക്റ്റബിൾ ഇൻകം, അങ്ങനെയൊന്നും വത്തിക്കാൻ പരീക്ഷിക്കുന്നു. ആത്മീയതയുമായി ബന്ധപ്പെട്ട മാധ്യമ വ്യവസായം മിഷനറി പ്രവർത്തനമെന്ന നിലയിൽ നിന്ന് മാറ്റി ഒരു കോർപ്പറേറ്റ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നത് അതിന്റെ ഭാഗമായാണ്. വത്തിക്കാൻ റേഡിയോ അടക്കം പെയ്ഡ് സർവീസാകുന്ന കാലമാണ് വരാനിരിക്കുന്നത്. വത്തിക്കാന് പൗരന്മാരിൽ നികുതി ചുമത്താൻ സാധിക്കില്ല. സ്വന്തമായി വലിയ മാർക്കറ്റ് എക്കോണമിയുള്ള സോവറിൻ സ്റ്റേറ്റ് പോലെ എളുപ്പത്തിൽ കടം വാങ്ങാൻ കഴിയില്ല.
അതുകൊണ്ട് വലിയ ബജറ്റ് വെട്ടിച്ചുരുക്കലുകൾക്ക് വത്തിക്കാൻ തയ്യാറെടുക്കുകയാണ്. ജീവനക്കാരെ 20% കുറയ്ക്കാൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു. വത്തിക്കാനിൽ നഷ്ടപ്പെട്ട വിശ്വാസം പുനഃസ്ഥാപിക്കാൻ ട്രാൻസ്പെറൻസി, ഗവേണൻസ്, എത്തിക്കൽ സ്റ്റ്യൂവർഡ്ഷിപ്പ് എന്നിവ നിർണായകമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്തെ ക്ലർജി തീരുമാനമെടുത്തിരുന്നു. വത്തിക്കാൻ ബാങ്കിലെ ആയിരക്കണക്കിന് പ്രവർത്തനരഹിതമായ അക്കൗണ്ടുകൾ അടച്ചുപൂട്ടിയത് അതിന്റെ കംപ്ലയൻസ് റേറ്റിംഗ് ഉയർത്തിയിട്ടുണ്ട്. വത്തിക്കാൻ ലോബി ഒളിച്ചുവെച്ച സ്വത്തുക്കൾ തിരിച്ചുപിടിക്കാൻ വത്തിക്കാൻ ഓഫീസുകളുടെ എല്ലാ ആസ്തികളും ഹോളിസി കൈവശം വെക്കണമെന്ന പുതിയ നിയമം മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരുന്നു. കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായി കർദിനാൾമാർക്ക് ശമ്പളം വെട്ടിക്കുറച്ചു, ജീവനക്കാരെ കുറച്ചു, മിഷൻ ലെവലിന് താഴെയുള്ള വാടക കുറച്ചു. സമീപഭാവിയിൽ പ്രധാനപ്പെട്ട ധനിക കത്തോലിക്ക കുടുംബങ്ങളോ രാജ്യങ്ങളോ വത്തിക്കാന് ബെയിലൌട്ട് നൽകാൻ ഇടപെട്ടേക്കാം. ഇതും അവരുടെ പ്രതീക്ഷയാണ്. ഇതുകൂടാതെ വത്തിക്കാൻ ട്രഷറികളും നിധികളും ഇൻഷുർ ചെയ്യാൻ കഴിയും. ഈ ഇൻഷുറൻസ് രേഖകൾ പണയം വെച്ച് കടം വാങ്ങാം. ഇത് വത്തിക്കാൻ നിലവിൽ ചെയ്യുന്നുണ്ട്. വത്തിക്കാനിൽ പുതിയ പ്രതീക്ഷകളുണ്ട്. സാമ്പത്തിക വെല്ലുവിളിയുടെ ഉത്തരവാദിത്തം ക്ലർജി നേരിട്ട് പോപ്പ് ലിയോ 14 ഏൽപ്പിച്ചിട്ടുണ്ട്. വത്തിക്കാന്റെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മീറ്റിംഗുകൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ആഴ്ചകളിലെ പ്രധാന ഔദ്യോഗിക പരിപാടി. ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനെ പോലെ ശ്രദ്ധാലുവാണ് പുതിയ മാർപ്പാപ്പയെന്ന് കർദിനാൾമാർ സാക്ഷ്യപ്പെടുത്തുന്നതിന് കാരണമുണ്ട്. ആദ്യത്തെ അമേരിക്കൻ പോപ്പിനോട് വത്തിക്കാന്റെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ പോപ്പ് ലിയോ അത്ഭുതകരമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഞാൻ അതിനെക്കുറിച്ച് ഉറക്കം കളയുന്നില്ല." ഗണിതശാസ്ത്രത്തിൽ ബിരുദമുള്ള സന്യാസിയുടെ ഒരു വിചിത്രമായ മറുപടി. അത് ആത്മവിശ്വാസമായിരുന്നുവെന്ന് പിന്നീട് തെളിഞ്ഞു. 2025 ഒക്ടോബറിൽ പോപ്പ് ലിയോ 14 വത്തിക്കാനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു നീക്കം നടത്തി. അദ്ദേഹം ഒരു പുതിയ മോട്ടോ പ്രോപ്രിയോ പുറത്തിറക്കി, കൊനിയുഞ്ച ക്യൂറ. ഈ ഉത്തരവ് വത്തിക്കാന്റെ സാമ്പത്തിക അധികാര ഭൂപടം മാറ്റിമറിച്ചു. വർഷങ്ങളായി വത്തിക്കാൻ ബാങ്കിന് എല്ലാ ചർച്ച് നിക്ഷേപങ്ങളുടെയും മേൽ പ്രത്യേക നിയന്ത്രണം സഭ അനുവദിച്ചിരുന്നു. പുതിയ പോപ്പ് ഇത് മാറ്റി. എല്ലാം തന്റെ കീഴിൽ നേരിട്ടാക്കി. കൊനിയുഞ്ച ക്യൂറ പ്രകാരം എല്ലാ വകുപ്പുകളും അവരുടെ ആസ്തികൾ ഹോളിസിയുടെ കീഴിൽ കൊണ്ടുവരാൻ നിഷ്കർഷിക്കുകയും ചെയ്തു. വത്തിക്കാൻ ബാങ്കിന്റെ അധികാരപരിധികൾ പുതിയ മാർപ്പാപ്പ പകുതിയായി കുറച്ചു. ഹോളിസിയുടെ പൈതൃക ഭരണ വിഭാഗത്തിന് സ്വതന്ത്രമായ ആസ്തികൾ കൈകാര്യം ചെയ്യാനും ആവശ്യമെങ്കിൽ പുറത്തുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കടം വാങ്ങാൻ അനുമതി നൽകുകയും ചെയ്തു. വത്തിക്കാൻ രാഷ്ട്രീയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവരുടെ അഭിപ്രായത്തിൽ ഇത് ഒരു തന്ത്രപരമായ വിപ്ലവം തന്നെയാണ്. യഥാർത്ഥ പ്രതിസന്ധി കണക്കുകളിലല്ല, സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന സംസ്കാരത്തിലാണെന്ന് പോപ്പ് ലിയോ കർദിനാൾമാരെ ഉത്ബോധിപ്പിച്ചു. അധികാര വികേന്ദ്രീകരണം, സുതാര്യത എന്നിവ നടപ്പായപ്പോൾ ചിലർ കൈയടിച്ചു. പഴയ കാവൽക്കാർ രഹസ്യമായി പ്രതിഷേധിച്ചു. എന്നാൽ സന്ദേശം വ്യക്തമാണ്: രഹസ്യ ഇടപാടുകളുടെയും അടഞ്ഞ വാതിലുകളുടെയും യുഗം അവസാനിക്കുകയാണ്. AD 4-ാം നൂറ്റാണ്ട് മുതൽ ആ കോട്ട നഗരം അവിടെയുണ്ട്. മനുഷ്യവംശം അവസാനിക്കും വരെ അതവിടെ ഉണ്ടാവുകയും ചെയ്യും. അതിപ്പോൾ ഒരു പുതിയ ശത്രുവുമായി പോരാടുകയാണെന്ന് മാത്രം. ചക്രവർത്തിമാരെയും മഹാമാരികളെയും യുദ്ധങ്ങളെയും വിപ്ലവങ്ങളെയും നേരിട്ട മാർപ്പാപ്പമാരെ ചരിത്രം കണ്ടിട്ടുണ്ട്. എന്നാൽ കടത്തിന്റെയും ഡെഫിസിറ്റിന്റെയും തണുത്ത ഗണിതശാസ്ത്രത്താൽ ഇതുപോലെ സഭ മുട്ടുകുത്തുന്നത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ദശലക്ഷക്കണക്കിന് മനുഷ്യർ ഇത് കാണുന്നുണ്ട്. കോടിക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിക്കുന്നുണ്ട്. അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ പോപ്പ് ലിയോ 14 ബാലൻസ് ഷീറ്റുകളുടെ പേജുകൾ മറിക്കുന്നു. അദ്ദേഹത്തിന്റെ മുൻഗാമികൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ താളുകൾ വായിച്ച അതേ രീതിയിൽ രക്ഷയ്ക്കായി തിരയുന്നു. ഈ പരിഷ്കാരങ്ങൾ മതിയാകുമോ? അതോ ഹോളിസിയുടെ ഇതുവരെയുള്ള സഹനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ ആദ്യ അധ്യായങ്ങൾക്ക് നാം സാക്ഷ്യം വഹിക്കുകയാണോ?